പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈശോ ശക്തമായ പ്രചോദനം തരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് പകല് പ്രാർത്ഥനയ്ക്ക് ഒരുക്കിയപ്പോൾ അത് പറയാൻ ഈശോ തോന്നിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് പേരത് കേട്ടു. ഈ സ്ത്രീകളെ സംബന്ധിച്ച് പല കുടുംബ പ്രശ്നങ്ങളും പരിശോധിക്കുമ്പോൾ, വിവാഹമോചനത്തിലേക്കൊക്കെ പോകുന്ന പല കേസിലും പരിശോധിക്കുമ്പോൾ അതൊന്നും നടക്കേണ്ടത് എല്ലാവരും ശരിക്കും പറയും. രണ്ടുപേരും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മനുഷ്യരാണ്. പക്ഷെ പറഞ്ഞ് ചില വഴക്കൊക്കെ മൂത്ത് അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിച്ചു. പരിശോധിച്ച് വരുമ്പോൾ അവസാനം അവർ തന്നെ പറയും, അങ്ങനെയൊന്നും ഞങ്ങൾ ഓർത്തില്ല, കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാനും. അപ്പം ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഉള്ളിലൊരു സങ്കടം ഉണ്ടായാൽ അതാരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് മാറും. പക്ഷെ നമുക്കറിയാം, സാധാരണ അതിൽ സാരമില്ലെന്ന് വെച്ച് അവളത് മനസ്സിലേക്ക് അടിച്ചമർത്തി വെക്കും. രണ്ടാമത് അടുത്ത സങ്കടം വരും, അതും അങ്ങനെ തന്നെ വെക്കും. ഇനി വേറെ സങ്കടം വന്നാൽ അതും അങ്ങനെ തന്നെ വെക്കും. അങ്ങനെ ഇരിക്കുന്ന സാരമില്ലെന്നോർത്തിരുന്ന് ഇതിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് തുറക്കാൻ്റെ അവസരം കിട്ടുക. മക്കളോടായിരിക്കും, ജീവിത പങ്കാളിയോടായിരിക്കും, കൂടെയുള്ളവരായിരിക്കും. അപ്പോൾ ഈ പ്രതികരിക്കാൻ്റെ അവസരം കിട്ടുമ്പോൾ അതുവരെ ഉള്ളിൽ ഒളിപ്പിച്ച മുഴുവൻ സങ്കടം കൂടെ ഒരു വായിക്കൂടിങ്ങ് വരും. പീരങ്കിയുണ്ട പോലെ ഇരിക്കും, അല്ലെ അഗ്നിവ്രതം പൊട്ടുന്ന പോലെ ഇരിക്കും. മുഖത്ത് ഭയങ്കര രൗദ്രഭാവമായിരിക്കും. കണ്ടാൽ ഇത് ഒടുക്കത്തെ അഹങ്കാരിയാണെന്ന് എല്ലാവർക്കും തോന്നും. അത് അഹങ്കാരമല്ല, ഉള്ളിലെ സങ്കടം പുറത്തു വന്ന. അപ്പോൾ കാണുന്നവരും കേൾക്കുന്നവരും ഇതിനെ തെറ്റിദ്ധരിക്കും, ഇത് ഭയങ്കര അഹങ്കാരം, ഇവിടെ വെച്ച് പൊറപ്പിക്കരുത്. തിരിച്ച് രണ്ടെണ്ണം അവരും പറയും. അപ്പോൾ ഈ സങ്കടം എല്ലാം കൂടെ പറഞ്ഞ ആൾക്കത് നേരെ ഇരട്ടിയായി. പറഞ്ഞ ഹല്ലേലൂയ. വാസ്തവത്തിൽ അഹങ്കാരമല്ല, സങ്കടം പുറത്തു വന്ന ഒരു സ്ത്രീക്ക് അങ്ങനെ പറ്റുള്ളൂ. ഇനി അടുത്തു നിന്ന് കേൾക്കുന്നവന് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇത് ഇവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞാന്നൊരു കാര്യം കിട്ടിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ വളരെ പ്രതീക്ഷിക്കണം അങ്ങനൊരു കാര്യം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ എല്ലാവരോടും പറയാൻ ഈശോ ഇവിടെ തോന്നിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കൊരു ഒറ്റമൂലി പറഞ്ഞുതരാം. നിങ്ങൾ ഫോൺ ചെയ്യുന്നവനോട് ഇത് പറയാൻ പോകരുത്, ഓട്ടോ ഡ്രൈവറോട് പറയാൻ പോകരുത്, അടുത്തിരിക്കുന്ന ഓഫീസ് സ്റ്റാഫിനോട് പറയല്ല കെട്ടിയോണ്ട് സ്നേഹമില്ലെന്ന്. ഫിസ്ലോ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വരുന്നവരോടും പറയല്ല. ഈവൻ കൗൺസിലിങ്ങിൽ പോലും വളരെ ശ്രദ്ധിച്ചൊക്കെ ഒരു ആത്മീയപിതാവിൻ്റെ കീഴിലൊക്കെ ഇരുന്ന സെൻറ്ററുകളിൽ കൗൺസിലിംഗ് നടക്കുന്നത് അവിടെ മാത്രം പറയും. പിന്നെ വാട്സപ്പ് നമ്പറും മേടിച്ചുകൊണ്ട് പോരരുത് ആശ്വാസം കിട്ടാൻ. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഒരു അയൽവാസിയോടും പറയണ്ട. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു വ്യക്തിയുണ്ട്. കുരിശിൽ തൂക്കപ്പെടുന്ന സമയത്ത് ഈശോ നമുക്കൊരു വ്യക്തിത്വം എല്ലാം തുറന്നു പറയാൻ. യോഹന്നാന്റെ സുവിശേഷം 19:25 വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിന് താഴെ യേശുവിൻ്റെ അമ്മ നിന്നിരുന്നു. പറഞ്ഞ ഹല്ലേലൂയ. ഈശോ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ. ഈശോ സ്നേഹിച്ച 12 പേര് ഒരുപോലെ കേട്ടോ. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ എഴുതി വെച്ച്, ഈശോ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അതാ മനുഷ്യന് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റിയെന്ന്. വീട്ടിലെ ഇളയ കൊച്ച് പറയാണ്, ഡാഡിക്കും അമ്മയ്ക്ക് എന്നെ ഏറ്റവും സ്നേഹം. അത് മൂത്ത കൊച്ചിനും പറയാം. അത് ആരനുഭവിക്കുന്ന അവർക്ക് പറയാം, അപ്പനും അമ്മയ്ക്ക് എന്നെ ഏറ്റവും ഇഷ്ടം. അല്ലാതെ ഈശോ 12 പേരിൽ ഒരാളുടെ പക്ഷപാതം കാണിച്ചല്ല കേട്ടോ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കി മനസ്സിലാവും. യോഹന്നാൻ എന്ന പേര് യേശു എന്ന പേരിൽ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി യോഹന്നാൻ കണ്ടെത്തിയൊരു മാർഗമാണ് തൻ്റെ പേര് മാറ്റി യേശു സ്നേഹിച്ച ശിഷ്യന് ഇട്ടു. അപ്പോൾ യോഹന്നാൻ എന്ന് പറയുന്നിടത്തെല്ലാം ഈശോയുടെ പേര്.